നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അറേബ്യൻ സ്റ്റൈൽ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതേപോലൊരു എലവേഷൻ വരുന്ന വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകർക്കിടയിലുണ്ട്. അവർക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലവേഷൻസ് കാണാൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോയുടെ തുടക്കത്തിലെ ആർക്കിടെക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. കാലിക്കറ്റ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഹിജാസ് അനീർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ ഡിസൈനിങ് വർക്കുകളും ചെയ്തിട്ടുള്ളത്. കൊയിലാണ്ടിയാണ് അവരുടെ സ്ഥാപനം വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മിഡിൽ ഈസ്റ്റ് ടച്ച് വരുന്ന എലവേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഒരുപാട് പില്ലറുകൾ വരുന്നു. പില്ലറുകളിൽ പ്ലാസ്റ്ററിങ് വർക്കുകൾ വരുന്നു. ലൈറ്റുകൾ, വാൾ ലൈറ്റുകൾ കുറേയധികം നമുക്ക് കാണാൻ സാധിക്കുന്നു. കളർ പാറ്റേണുകൾ, അതേപോലെ പ്ലാസ്റ്ററിങ് വർക്കുകൾ, ഇതിലെല്ലാം നമുക്ക് ആ ഒരു ഫിനിഷിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം 5 ബെഡ്റൂമുകളുള്ള വീടാണ്. മുകളിൽ വരുന്ന 2 ബെഡ്റൂമുകൾക്കും ഓരോ സെപ്പറേറ്റ് ബാൽക്കണി വരുന്നു. അതുകൂടാതെ നേരെ ഒരു ബാൽക്കണി അടക്കം 3 ബാൽക്കണി വരുന്ന രീതിയിലാണ് വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് തന്നെ ഈ വീടിന് നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഗേറ്റാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും ഇതേപോലൊരു ലോൺ ഏരിയ നൽകിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ലാൻഡ്സ്കേപ്പിനെ സംബന്ധിച്ചിടത്തോളം മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ്. അത് തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. സിമെന്റിൽ പോയിന്റ് ചെയ്തിട്ടാണ് ബാംഗ്ലൂർ സ്റ്റോണുകൾ അടുപ്പിച്ച് വിരിച്ചിരിക്കുന്നത്. വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുമ്പിൽ തന്നെ 2 പില്ലറുകളുടെ കോമ്പിനേഷൻ 2 ഭാഗത്തും നൽകിയിരിക്കുന്നു. പില്ലറുകൾ തന്നെ പ്ലാസ്റ്ററിങ് വർക്കുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നു. അതിൽ തന്നെ പുട്ടി വർക്ക് ചെയ്തിട്ട് കൃത്യമായ ഫിനിഷിൽ അത് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കാർ പോർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരേ സമയം ഒരു കാറും 2 വീലേഴ്സ് നിർത്താൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട്. റിയൽ സോളിഡ് വുഡ്, അതായത് ഒറിജിനൽ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പാനലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. നേരെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗിലും ഒരു വുഡൻ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. ജിപ്സം സീലിംഗിന് പകരം പ്ലൈവുഡ് ഉപയോഗിച്ച് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. കാർ പോർച്ചിൽ നിന്നും നേരെ നമ്മൾ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടിലേക്കാണ്. ഇറ്റാലിയൻ മാർബിളാണ് ഇവിടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയിൽ വരുന്നൊരു വെൽക്കം നോട്ട് അവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് 2 ചെയറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു കോഫി ടേബിളും ഇവിടെ വെച്ചിട്ടുണ്ട്. വിൻഡോസിൻ്റെയൊക്കെ ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതിൽ നൽകിയിരിക്കുന്ന ഗ്ലാസുകളെല്ലാം ബെവൽ ചെയ്ത് വെച്ചിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗിനും ആ ഒരു വുഡൻ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. പ്ലൈവുഡിൽ വെനീർ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരുന്നത്. മാത്രമല്ല പ്ലൈവുഡിനിടയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ട് ലൈറ്റ് ഫിനിഷ് നൽകാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പാറ്റേൺ ആണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. 2 പുൾ ഹാൻഡിൽസും നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ ഫ്ലോറിങ് മുഴുവൻ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇടത് ഭാഗത്താണ് ഈ വീട്ടിലെ ഫോർമൽ ലിവിംഗ് റൂം നൽകിയിരിക്കുന്നത്. സെൻസർ വരുന്ന ഒരു ഗ്ലാസ് ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഗ്ലാസ് ഡോർ ഓപ്പൺ ആവുന്നു. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ 3 നിഷുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്ലൈവുഡ് നൽകിയിട്ട് അതിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഷോ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അലങ്കാര വസ്തുക്കൾ ഷോ പീസസ് ആയിട്ട് അതിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഫോർമൽ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് കാണാം. ഫോർമൽ ലിവിംഗ് റൂം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഡോറൊക്കെ വെച്ചിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് SPC വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലെല്ലാം ഇറ്റാലിയൻ മാർബിൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗം മാത്രം അല്പം സ്പെഷ്യലായിട്ട് വുഡൻ ഫ്ലോറിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് റൂമിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന സീലിങ്ങും ഈ ഒരു TV യൂണിറ്റിൻ്റെ ഡിസൈനുമാണ്. യുണീക്കായിട്ടുള്ളൊരു പാറ്റേൺ ആണ് സീലിംഗ് ഡിസൈൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. നമ്മൾ മുമ്പ് എവിടെയും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ സീലിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടൊരു വുഡൻ സീലിംഗ് തന്നെ നൽകാൻ ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റ് ആണ് ഈ ഒരു വാളിൽ നൽകിയിട്ടുള്ളത്. പ്ലൈവുഡിൽ
വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള വാൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗത്തും ഒരു ജാളി പാറ്റേൺ മെറ്റലിൽ ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് 2 സോഫ സീറ്ററുകളാണ് ലിവിങ് സ്പേസിൽ നൽകിയിട്ടുള്ളത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇവിടെയും ഇരിക്കാൻ പറ്റും. ഭംഗിയുള്ള ഒരു കോഫി ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. വിൻഡോസ് എല്ലാം വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്ലൈവുഡിൽ പാനലിംഗ് ചെയ്യുന്നതിന് പകരം ഇവിടെ വിൻഡോസിനെല്ലാം ഒറിജിനൽ സോളിഡ് വുഡ് ഉപയോഗിച്ചിട്ടാണ് പാനൽ ചെയ്തിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡ്സ്, അത് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് റോമൻ ബ്ലൈൻഡ് ആയിട്ട് വിൻഡോയ്ക്ക് നൽകിയിട്ടുള്ളത്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വുഡൻ ചെയർസ് വരുന്ന തരത്തിലാണ് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഈ പുറകിൽ കാണുന്ന വാളാണ്. വാള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിരിക്കുന്നു. വലിയൊരു അറബിക് കാലിഗ്രഫി സ്പോട്ട് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടെ ഭിത്തിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറൽ പ്ലാന്റ് ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നിരിക്കുന്നു. അത് കൂടുതൽ ഭംഗി ഈ ഒരു ഇൻറ്റീരിയറിന് പ്രദാനം ചെയ്യുന്നുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ചെയ്തിട്ടുള്ളത്. അതിനിടയിലെല്ലാം സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ട് കോവ് ലൈറ്റ് നൽകാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരു കോമൺ ഹാളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. സെമി സ്പൈറൽ ഷേപ്പിൽ സ്റ്റെയർ കേസ് ചെയ്തതിന് ശേഷം വുഡൻ ഹാൻഡ് റെയിൽ വിത്ത് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഹാൻഡ് റെയിൽ വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നു. എല്ലാം തേക്ക് മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ വാഷ് ബേസിൻ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബാക്ക് വാള് ഇതിന് നൽകിയിരിക്കുന്നു. ഇതേ പാറ്റേണിൽ നമുക്ക് PVC ക്ലാഡിംഗ് മേടിക്കാൻ കിട്ടും. അതൊരു പീസായിട്ട് കിട്ടിയിട്ട് നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക. ഇവിടെ പകരം നൽകിയിരിക്കുന്നത് POP വരുന്ന തരത്തിലുള്ള മോൾഡിംഗ് ഡിസൈൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മിററിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് ലൈറ്റ് കൂടെ വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആവുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ വാനിറ്റി കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്പം ഒരു 8 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബാക്ക് സൈഡിൽ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോറിംഗ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു ടോയ്ലറ്റ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. മറ്റൊരു ബെഡ്റൂം ആ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് കാണാം. ബെഡ്റൂമുകളുടെ ഒക്കെ ഡോറുകൾ സോളിഡ് വുഡിൽ നല്ല ഭംഗിയിൽ പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പരമാവധി പ്ലൈവുഡിൻ്റെ ഉപയോഗം ഈ വീട്ടിൽ കുറച്ചിട്ടുണ്ട്. പകരം കട്ടിലായാലും അലമാരയായാലും എല്ലാം മരത്തിൻ്റെ, യഥാർത്ഥ മരത്തിൻ്റെ തന്നെ കട്ടിലും അലമാരയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇപ്പോൾ അധിക വീട്ടിലും ചെയ്യുന്നത് പ്ലൈവുഡ് അതിൽ പണിതിട്ട് അതിനുശേഷം ഇതേപോലെ കളറിൽ വരുന്ന ലാമിനേറ്റ് ഏതെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ മരം തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ പാനലിംഗ് കംപ്ലീറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും റോമൻ ബ്ലൈൻഡുകളാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് സീലിംഗും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മൊത്തത്തിൽ ഈ റൂമിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു വിൻഡോയ്ക്കും ഇതേപോലെ വുഡൻ പാനലിംഗ് നൽകിയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒറിജിനൽ വുഡ് ഉപയോഗിച്ചിട്ടാണ് പാനൽ ചെയ്തിട്ടുള്ളത്. ഇത് റോമൻ ബ്ലൈൻഡ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് റോമൻ ബ്ലൈൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കംഫർട്ടും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേരുന്ന പില്ലോ കവറും ബെഡ്ഷീറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്നു. അതിൽ ഗ്രൂസുകൾ നൽകിയിട്ട് വലിയൊരു മിറർ നൽകിയിട്ട് അതിൻ്റെ ബാക്കിൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. 2 സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 4 ഡോറുകളുള്ള സോളിഡ് വുഡിൽ പണിതിട്ടുള്ളൊരു വാർഡ്രോബാണ് ഈ ഒരു റൂമിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത് ഈ ഭാഗത്താണ്. ലിവിംഗ് റൂം തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബെഡ്റൂമിൻ്റെ സൈസൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സൈസാണ് നൽകിയിട്ടുള്ളത്. 4 മീറ്റർ നീളം നൽകിയിരിക്കുന്നു. 4 മീറ്റർ വീതിയും വരുന്ന തരത്തിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. കിങ് സൈസിൽ വരുന്നൊരു കട്ടിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ വുഡ് ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം നൽകിയിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയിൽ ഈ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ്റിന് നല്ലൊരു ബീജ് ടോണിൽ വരുന്നൊരു കളർ പാറ്റേൺ കൂടെ നൽകിയിരിക്കുന്നു. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് കളർ തീമാണ് സീലിംഗിന് നൽകിയിട്ടുള്ളത്.
അതിനിടയിൽ ലൈറ്റുകൾ കൂടെ വരുന്ന സമയത്ത് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. വാൾ പെയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം ഒരു ഓഫ് വൈറ്റ് ടോണാണ്. കറക്റ്റ് വൈറ്റ് ടോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് ആർക്കിടെക്റ്റുകൾ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3 ഡോർ വരുന്ന മരത്തിൻ്റെ ഒരു വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. സെയിം മോഡൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. ഇന്റീരിയറിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പോർഷനാണ് ഈ ഹാളിൽ വരുന്ന ഡബിൾ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സീലിംഗ് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ടൊരു ഹോള് സീലിംഗിൽ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ജിപ്സം സീലിംഗിൻ്റെ കോവ് നൽകിയിരിക്കുന്നു. ലൈറ്റുകൾ വരുന്നു. ആ ഒരു ഭാഗത്തൊരു മജ്ലിസ് പോലെ ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെയർ കേസ് കയറി ചെന്നിട്ട് ഒരു ഹൈറ്റിൽ ഒരു പ്രയർ റൂം വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഹോളിൽ നിന്ന് നല്ല രീതിയിൽ വിസിബിൾ ആകുന്നുണ്ട്. ഈ ഭാഗത്താണ് ഫാമിലി ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിംഗ് റൂം എന്നുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു. 3.80 നീളവും 4 മീറ്റർ വീതിയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും ഇവിടെ 3 പേർക്ക് ഇരിക്കാം, ഇവിടെ 2 പേർക്കും ഇരിക്കാം. ഈ ഒരു വാളിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നിലവിൽ TV വെച്ചിട്ടില്ല, ലിവിംഗ് റൂമിലാണ് ഇപ്പോൾ TV നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്പേസ് വൈറ്റ് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഫാമിലി ലിവിംഗ് സ്പേസിൽ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമുകളിലും യൂസ് ചെയ്തിട്ടുള്ളത് ടൈലാണ്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തെ സീലിംഗ് അല്പം വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പ്രൊജക്ഷൻസ് നൽകിയിട്ട് നല്ല ഭംഗിയിൽ ലൈറ്റ് കൊണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു കർട്ടനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഫാബ്രിക് ആണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇതേ ഫാബ്രിക് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ റോമൻ ബ്ലൈൻഡുകളും ലിവിംഗ് സ്പേസിൽ ചെയ്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട്. 2 ഹൈ ചെയർസ് നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് ആണ് നൽകിയിട്ടുള്ളത്. സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മാത്രം കബോർഡുകൾ നൽകിയിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. സീലിംഗും അതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. വാൾ ടൈലുകൾ ലിൻഡൽ ഹൈറ്റ് വരെ നല്ലൊരു മൊസൈക്ക് പാറ്റേണിൽ വരുന്നൊരു വാൾ ടൈല് നൽകിയിട്ടുണ്ട്. വൈറ്റ് പ്ലസ് അതിനകത്ത് തന്നെ ബ്ലാക്ക് എപ്പോക്സി നൽകിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് എന്താണ് മെറ്റീരിയൽ എന്നുള്ളതാണ്. ക്വാർട്സ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ ഗ്രേഡ് പ്ലൈവുഡിലാണ്. അതിൽ അക്രിലിക് ഷീറ്റ് ലാമിനേഷൻ നൽകിയിരിക്കുന്നു. ഒരു ഗ്രേ ഫിനിഷ് വരുന്ന കബോർഡ് ഫിനിഷാണ് എല്ലാ കബോർഡുകൾക്കും നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ പൊതുവേ വർക്ക് ഏരിയ ഔട്ട്സൈഡ് വേറൊരു സെപ്പറേറ്റ് വർക്ക് ഏരിയ ഉണ്ടാവും. ഇതൊരു ഫോർമൽ കിച്ചൺ ആയിട്ടാണ് യൂസ് ചെയ്യുക. കൂടുതലായിട്ടും കുക്കിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഔട്ട്സൈഡിലുള്ള വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സെപ്പറേറ്റ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ കൂടെ ഈ വീടിന് ഉണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു സെമി സർക്കുലർ ഷേപ്പിൽ ഒരു സെമി സ്പൈറൽ ഷേപ്പിലാണ് സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അല്പം ബൾക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ പാറ്റേൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഗ്ലാസ് പ്ലസ് വുഡൻ കോമ്പിനേഷൻ ഹാൻഡ് റെയിലിന് നൽകിയിട്ടുണ്ട്. നേരെ കയറി വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ അല്പം ഹൈറ്റിൽ എലിവേറ്റഡ് ആയിട്ടാണ് പ്രയർ റൂം, ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാള് ഇതേപോലെ നല്ല ഭംഗിയിൽ ടെക്സ്ചർ പെയിന്റ് ചെയ്തിരിക്കുന്നു. പ്രയർ റൂമിൻ്റെ എൻട്രൻസ് വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്നു. സെപ്പറേറ്റ് ഡോർസ് കാര്യമൊന്നും കൊടുത്തിട്ടില്ല, ഓപ്പൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മുടെ ഹാളിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പർഗോളകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം പാനലിംഗ് ചെയ്തത് ഗ്ലാസ് ഇട്ടിരിക്കുന്നു. വീടിനകത്തേക്ക് ആവശ്യത്തിന് ലൈറ്റ് എത്തിക്കുന്നതിൽ ഈ ഒരു പർഗോളയ്ക്ക് നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സീലിംഗ് പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു സീലിംഗ് ഡിസൈൻ സഹായിക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി നേരെ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വുഡൻ ബെഞ്ചാണ് നൽകിയിരിക്കുന്നത്. സെയിം നമ്മൾ പ്രയർ റൂമിൽ കണ്ടിട്ടുള്ള സെയിം ഒരു ടെക്സ്ചർ പെയിൻറ് ഫിനിഷ് ഈ ഒരു വാളിനും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള സീലിംഗ് ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. അകംഭാഗത്ത് വുഡൻ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ആ വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനിടയിൽ കൂടെ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയപ്പോൾ നല്ല ഭംഗി അത് ഫീൽ ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റാന്തൽ വിളക്കിൻ്റെ ഒരു മാതൃകയിലുള്ള ഒരു ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്സ്റ്റെയറിൽ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു, രണ്ടാമത്തെ ബെഡ്റൂം ആ ഭാഗത്താണ്, മൂന്നാമത്തെ ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. ഇവിടെ 2 ബെഡ്റൂമുകൾ ഇൻറ്റീരിയർ ഫിനിഷിംഗ് ചെയ്തിട്ടില്ല, അതായത് ചെറിയ കുട്ടികളാണുള്ളത്. കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് ഈ ഒരു റൂം സീലിംഗ് മാത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഫിനിഷിംഗ് കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ ഫ്ലോറിംഗ് വർക്കുകൾ മാത്രം ചെയ്തിരിക്കുന്നു. ഇൻറ്റീരിയർ ഫിനിഷുകൾ ആ സമയത്തുള്ള ട്രെൻഡ് അനുസരിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ബെഡ്റൂം ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഭാഗത്താണ് 5ാമത്തെ ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലേക്ക് വരികയാണെങ്കിൽ റൂം സൈസ് ഏകദേശം 390 360 സൈസിലാണ് വരുന്നത്. ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മരത്തിൻ്റെ കട്ടിലും അലമാരയുമാണ് ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ വരുന്ന 2 ബെഡ്റൂമുകൾക്ക് ഇതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ എലവേഷനിൽ ഈ ബാൽക്കണിയുടെ ഡിസൈന് പ്രത്യേകം എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ ഈ ബാൽക്കണിയുടെ പില്ലറും കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ റൂഫിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഷിംഗിൾസ് ആണ് ഏറ്റവും റൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് നൽകിയിട്ടുള്ളത്. അതേപോലെ ഒരു ആൻസിയൻ്റ് റോമൻ ആർക്കിടെക്ചറിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഗേബിൾ ടൈപ്പ് റൂഫിങ്ങും അതിനോട് ചേർന്ന പില്ലറുകളും എല്ലാം ഇവിടെ നമുക്ക് ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതേപോലെ ഒരു വീടൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്ലാസ്റ്ററിങ്ങിൽ തേപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള വർക്കാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വർക്കിലൊക്കെ കാണുന്ന തേപ്പിൻ്റെ വർക്കുകൾ കൃത്യമായിട്ടുള്ള ഡ്രോയിങ്സോടുകൂടെ തന്നെ ചെയ്യിക്കാൻ നമുക്കൊരു ആർക്കിടെക്റ്റിൻ്റെ സർവീസ് തേടുന്നത് നന്നായിരിക്കും. കാരണം അത് ഡിസൈൻ വർക്കുകളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭംഗി, വീടിൻ്റെ ഭംഗി നമുക്ക് കൂടുതലായിട്ട് എലവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സാണ് ഇവർ രണ്ടുപേരും. മമ്മൂട്ടി എന്നാണ് പേര് അല്ലേ, സിനിമാ നടൻ്റെ പേരൊക്കെയാണ്. നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു നിങ്ങൾ. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ആർക്കിടെക്റ്റിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. വർക്ക് നടക്കുന്ന സമയത്തും വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ താമസിക്കുന്ന സമയത്തും നമുക്ക് ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത്? A to Z വളരെ തൃപ്തിയായിരുന്നു, ഒരു കുഴപ്പമില്ല. വളരെ നീറ്റായിട്ട് പെരുമാറ്റത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല. അതിൽ നമ്മളൊരു അഭിപ്രായം എല്ലാം പറഞ്ഞാൽ അവർ വളരെ കൂളായിട്ട് ചെയ്തു തരും. എന്ത് വിഷയവും എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ളൊരു ഓപ്ഷനും പറയും. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം സഹകരിച്ചിട്ടാണ് ഇതുവരെ. ഈ അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ വിളിച്ചാൽ ഇവരെ അദ്ദേഹം പറഞ്ഞ A to Z കാര്യങ്ങളിൽ വളരെ തൃപ്തിയായിരുന്നു ഞങ്ങൾക്ക്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പോൾ വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആർക്കിടെക്ചർ തന്നെയാണ് അവർ. ഒന്നും പറയാനുള്ളത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ വീഡിയോസും കാണിക്കുമ്പോഴും ആ വീടിൻ്റെ ആർക്കിടെക്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഹിജാസ് അനീർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആർക്കിടെക്റ്റ് ഹിജാസും അനീറുമാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അവർ കൺസ്ട്രക്ഷൻ വർക്കുകൾ, റെനോവേഷൻ വർക്കുകൾ, ഇൻറ്റീരിയർ വർക്കുകൾ ഇതെല്ലാം എടുക്കുന്നൊരു സ്ഥാപനമാണ്. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. കൊയിലാണ്ടിയിൽ അവരുടെ പുതിയൊരു സ്ഥാപനം ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ പ്രൊജക്റ്റുകളുടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾക്ക് അവരെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ നൽകുന്നുണ്ട്. ഇതേപോലത്തെ ഒരു പ്രൊജക്റ്റൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതേപോലത്തെ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ.